Hello, my dear students. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കോൺസ്റ്റൻസ് ഇൻ സി പ്രോഗ്രാമിംഗ് ആണ്. അതിനുവേണ്ടി നമ്മൾ പ്രോഗ്രാമിന് യൂസ് ചെയ്യുന്ന കീവേഡ് CONST, that means കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാം അവസാനിക്കുന്നത് വരെ നമ്മളൊരു പ്രോഗ്രാം ഇനിഷ്യലൈസ് ചെയ്താൽ അത് മാറാതെ ചേഞ്ച് ചെയ്യാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ മീനിങ് ചേഞ്ച് ചെയ്യാതെ അല്ലെങ്കിൽ അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാതെ. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് എന്തിനാന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മുടെ വാല്യൂ ആക്സിഡന്റ് ആയിട്ട് മോഡിഫൈ ചെയ്യുന്നതിന് തടയുന്നതിന് വേണ്ടിയാണ് നമ്മൾ കോൺസ്റ്റന്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് പ്രോഗ്രാം വളരെ സേഫ് ആക്കി കീപ്പ് ചെയ്യും. ദെൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റും. ഇനി നമുക്ക് പ്രോഗ്രാമിംഗിൽ രണ്ട് തരത്തിൽ നമുക്ക് കോൺസ്റ്റന്റ് യൂസ് ചെയ്യാം. ഒന്ന് കോൺസ്റ്റന്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടും പിന്നെ ഒന്ന് ഹാഷ് ഡിഫൈൻ യൂസ് ചെയ്തിട്ടും. അതിലാദ്യം നമ്മൾ പറയാൻ പോകുന്നത് കോൺസ്റ്റന്റ് എന്ന കീവേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡിക്ലറേഷൻ ഇനിഷ്യലൈസേഷൻ ചെയ്യുന്നത്. ഇതാണ് ആ പാറ്റേൺ. CONST കോൺസ്റ്റന്റ് എന്നുള്ള കീവേഡ് കൊടുക്കുന്നു, ഡാറ്റ ടൈപ്പ് കൊടുക്കുന്നു, വേരിയബിൾ നെയിം കൊടുക്കുന്നു, ദെൻ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഈക്വൽ ടു, ദെൻ വാല്യൂ. അതിന്റെ എക്സാമ്പിൾ ഇങ്ങനെയാണ്. CONST keyword, constant keyword, then data integer ഒരു ഡാറ്റ ടൈപ്പ് ആണ്, വേരിയബിൾ നെയിം കൊടുക്കുക, then assignment operator equal, then 5. ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ 5 എന്നുള്ള വാല്യൂ പ്രോഗ്രാം അവസാനിക്കുന്നത് വരെ ചേഞ്ച് ചെയ്യാതെ മോഡിഫൈ ചെയ്യാതെ നിലനിൽക്കും. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ കോൺസ്റ്റന്റ് യൂസ് ചെയ്യുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഇനീഷ്യലൈസേഷൻ വിത്ത് ഡിക്ലറേഷൻ. ഇവിടെ നമ്മൾ പറയുന്നത് കോൺസ്റ്റന്റ് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഇന്റീജർ a ഈക്വൽ ടു 5 എന്നുള്ള വാല്യൂ ഇന്റീജർ a എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മളത് ഇനീഷ്യലൈസ് ചെയ്തു. അങ്ങനെ പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇനീഷ്യലൈസേഷൻ വിത്ത് ഡിക്ലറേഷൻ. ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള വാല്യൂസ് ഒരിക്കൽ ഗാർബേജ് വാല്യൂ വന്ന് സ്റ്റോർ ചെയ്യും. അങ്ങനെ സ്റ്റോർ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന അതേ സ്ഥലത്ത് ഇനീഷ്യലൈസേഷനും ചെയ്യുന്നത്. അതിന്റെ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിലിറ്റി. ഇമ്മ്യൂട്ടബിലിറ്റി ഒരിക്കലും അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പ്രോഗ്രാം നമുക്ക് ആ വാല്യൂ കോൺസ്റ്റന്റ് യൂസ് ചെയ്ത വാല്യൂ മോഡിഫൈ ചെയ്യാനോ നമുക്ക് മാറ്റാനോ കഴിയില്ല. ദാറ്റ് ഈസ് ഇമ്മ്യൂട്ടബിലിറ്റി. ഇവിടെ കോൺസ്റ്റന്റ് ഇന്റീജർ a ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, ദെൻ a ഈക്വൽ ടു 20 എന്നുള്ള വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തിരിക്കുന്നു. ഇത് ഈ 20 എന്നുള്ള വാല്യൂ തന്നെയായിരിക്കും നമ്മൾ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞ് റൺ ചെയ്ത് കഴിയുന്നത് വരെയും അതിന്റെ വാല്യൂ. നമ്മൾ പറഞ്ഞു രണ്ട് തരത്തിലുള്ള കോൺസ്റ്റന്റ്സ് ഉണ്ട് എന്നുള്ളത്. അതിൽ രണ്ടാമത്തെ കോൺസ്റ്റന്റ് ആണ് ഹാഷ് ഡിഫൈൻ യൂസ് ചെയ്ത് ഡിക്ലെയർ ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുക? ഹാഷ് ഡിഫൈൻ കൊടുക്കുന്നു, കോൺസ്റ്റന്റ് നെയിം കൊടുക്കുന്നു, അതിന്റെ വാല്യൂ കൊടുക്കുന്നു. അത് ഡിക്ലെയർ ചെയ്യുന്നത് നമ്മുടെ ഹെഡർ ഫയൽ ഉണ്ടല്ലോ, അതിന് തൊട്ട്, ഇതാണ് നമ്മുടെ ഹെഡർ ഫയൽ. ഹെഡർ ഫയലിന്റെ തൊട്ട് താഴെ ആയിരിക്കും അല്ലെങ്കിൽ അതിന്റെ കൂടെ ആയിരിക്കും എപ്പോഴും കൊടുക്കുക. ദെൻ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഹാഷ് ഡിഫൈൻ EPI എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് നെയിം ആണ്. ദെൻ 3.14 പൈ വാല്യൂ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കൊടുക്കുമ്പോൾ പ്രോഗ്രാമിൽ നമുക്ക് കോൺസ്റ്റന്റ് വാല്യൂ 3.14 ആയിട്ട് തന്നെ കിടക്കും. അതിനൊരു ചേഞ്ച് ഉണ്ടാവില്ല. ഇനി അതിനൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന CONST എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റിനും ഹാഷ് ഡിഫൈൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റിനും ഡിഫറൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ CONST കോൺസ്റ്റന്റ് കീവേഡ് യൂസ് ചെയ്ത് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്ന വാല്യൂസ് ഇമ്മ്യൂട്ടബിൾ ആണ്, അത് നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഹാഷ് ഡിഫൈൻ യൂസ് ചെയ്ത് ഡിക്ലെയർ ചെയ്യുന്ന വാല്യൂ നമുക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അത് ഹാൻഡിൽ ചെയ്യുന്നത് പ്രീ പ്രോസസർ ആണ്. ദെൻ കോൺസ്റ്റന്റ് എന്നുള്ള കീവേഡ് ഹാൻഡിൽ ചെയ്യുന്നത് കമ്പൈലർ ആണ്.
ഇതിന്റെ ഡിഫറൻസ്, ആദ്യത്തെ ഡിഫറൻസ് ഇതാണ്. ഇതിന്റെ ഇനീഷ്യലൈസേഷൻ ഡിക്ലറേഷൻ തന്നെയാണ്. കോൺസ്റ്റന്റ് ടൈപ്പ് നെയിം ഈക്വൽ ടു വാല്യൂ എന്നുള്ളതാണ് അതിന്റെ സിന്റാക്സ്. എന്നാൽ ഹാഷ് ഡിഫൈൻഡ് സിന്റാക്സ് ഹാഷ് ഡിഫൈൻ നെയിം വാല്യൂ എന്നുള്ളതാണ്. നമ്മൾ കോൺസ്റ്റന്റ് യൂസ് ചെയ്യുമ്പോൾ സെമിക്കോളൻ കൊടുക്കാറുണ്ട്, ബട്ട് ഹാഷ് ഡിഫൈൻ യൂസ് ചെയ്യുമ്പോൾ സെമിക്കോളൻ കൊടുക്കാറില്ല. ഇതൊക്കെയാണ് അതിന്റെ ഡിഫറൻസ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കോൺസ്റ്റന്റ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച്. ഓക്കെ, താങ്ക് യു, ബൈ.